ഹായ് ഗൈസ്. സോ നമ്മൾ ഇപ്പോൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു അല്ലേ. ഇനി ബേസിക്കലി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ കോപ്പി എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിവിടെ തൽക്കാലം നമ്മുടെ ഈ ഇതേ ഒബ്ജക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോണ്. ഇവിടെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. കോൺസ്റ്റ് person3 എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, person3 എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ. സോ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ മെത്തേഡ് ഉണ്ട്. സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കേർലി ബ്രാക്കറ്റ് ടാർഗറ്റാണ്, ഇത് കേർലി ബ്രാക്കറ്റ് കൊടുക്കുന്നു. സോഴ്സ് ബേസിക്കലി പേഴ്സൺ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കണം ഒബ്ജക്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പേഴ്സണിൻ്റെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാം. തൽക്കാലം 45 ആക്കാം. എന്നിട്ട് ഞാനിവിടെ കൺസോളിൽ person3 എന്ന് പ്രിൻ്റ് ചെയ്യാം. person3 ഇവിടെയും person3. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ person2 തൽക്കാലം ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നില്ല, 1ഉം 2 യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഗോ ത്രൂ ചെയ്തുകൊണ്ട് ഞാൻ 3ലേക്ക് നേരെ പ്രിൻ്റ് ഔട്ട് ചെയ്യണം, 1ഉം 3ഉം മാത്രം. സോ person3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 45 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ person3 ബേസിക്കലി ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ കൊടുത്ത ഏജ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി നമ്മളിവിടെ എന്താ ചെയ്യണമെന്നുള്ള ഈ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ ആദ്യം. സോ ഇവിടെ ബേസിക്കലി ഫസ്റ്റത്തെ empty ബ്രാക്കറ്റ് ഞാൻ കൊടുക്കുന്നത് ഇത് ടാർഗറ്റ് ആണെന്ന് പറയാം. സോ ഇത് ന്യൂ empty ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്, കർലി ബ്രാക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. സോ സെക്കൻഡ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സോഴ്സ് ആണ്. ഓക്കെ, അത് നമ്മളിവിടെ പേഴ്സൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോഴ്സിൽ കോപ്പി ചെയ്യേണ്ട ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ ഇവിടെ സോഴ്സിൽ നിന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ റിസൾട്ട് എന്ന് വെച്ചാൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കീസൊക്കെ കോപ്പി ചെയ്യും റിസൾട്ടിൽ. സോ ബേസിക്കലി അതാണ് നമ്മുടെ കൂടെ person3ലേക്ക് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിവിടെ നെയിമാണ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ person3ൽ ബേസിക്കലി പഴയ തന്നെ കാണിക്കുകയും ചെയ്യും. കാരണം ഇവിടെ ബേസിക്കലി ഷാലോ കോപ്പി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ ഉപയോഗിച്ച് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം മെർജ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, പുതിയൊരു ഒബ്ജക്റ്റിലേക്ക് മാത്രമല്ല എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ മെർജ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു കോൺസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റ് എക്സ്ട്രാ ഇൻഫോ എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഈക്വൽ ടു ഞാൻ തൽക്കാലം സിറ്റി കൊടുക്കാം, മുംബൈ. ഫേവറേറ്റ് ഞാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ രണ്ട് ഒബ്ജക്റ്റും കൂടി ഇവിടെ ഞാൻ തൽക്കാലം ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ person3 ഇരുന്നോട്ടെ, ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് മെർജ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ തന്നെ കൊടുക്കാം. ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനൊരു empty ബ്രാക്കറ്റ് ആദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഒബ്ജക്റ്റ്. പിന്നെ ഇവിടെ ഞാൻ എക്സ്ട്രാ ഇൻഫോ ആണ് കൊടുക്കുന്നത് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ ഇൻഫോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കിത് പ്രിൻ്റ് ഔട്ട് ചെയ്യാം. ഒന്ന് മെർജ്ഡ് പേഴ്സണിൻ്റെ വാല്യൂ എന്താ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ മെർജ് പേഴ്സണിൽ ബേസിക്കലി നമ്മൾ കൊടുത്ത എന്താണെന്ന് വെച്ചാൽ അതും കൂടി മെർജ് ആയിട്ടുണ്ട് പുതിയൊരു ഒബ്ജക്റ്റിലേക്ക്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ empty ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് പുതിയൊരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. പേഴ്സൺ ഉള്ള ഒബ്ജക്റ്റും പ്ലസ് എക്സ്ട്രാ ഇൻഫോ രണ്ടും മെർജ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ വരുന്നത്. കോമൺ കീ ഉണ്ടെങ്കിൽ ലേറ്റർ ഓൺ ഓഫ് ദ ഒബ്ജക്റ്റിൽ അത് ഓവറേറ്റ് ചെയ്യും. രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കീ ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഓവറേറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ കീസ് ആണെങ്കിൽ അതവിടെ മെർജ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യും ആക്ച്വലി. ഓക്കെ, സോ ബേസിക്കലി നെസ്റ്റഡ് അറേസ് കൂടി ഉണ്ടെങ്കിൽ ക്ലോൺ ചെയ്യണം. ബേസിക്കലി നെസ്റ്റഡ് അറേസ് ചേഞ്ച് എഫക്റ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത് ചെയ്യണം ആക്ച്വലി. ഹോബീസിൻ്റെ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ന്യൂ അറേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഇവിടെയും അത് യൂസ് ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ ബേസിക്കലി ഷോർട്ട്സ് ആൻഡ് കുറച്ചുകൂടി ഷോർട്ടും ക്ലീനാണെന്ന് പറയാൻ പറ്റും നമുക്ക്. അത്യാവശ്യം സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇത് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ. ഇത് കുറച്ച് പഴയ മെത്തേഡാണ്, പക്ഷേ സ്റ്റിൽ യൂസ്ഫുൾ ആണ്. രണ്ടും ഷാലോ കോപ്പിയാണ് നടക്കുന്നത്. നെസ്റ്റഡ് അറേസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീപ്പ് കോപ്പി വേണമെങ്കിൽ മാനുവലി നിങ്ങൾ ക്ലോൺ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.